അജയുടെ നാടകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നാടകമൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, സ്ക്രിപ്റ്റ് ആണെങ്കിലും ഒരുപാട് അതിന്റെ വീഡിയോസ് സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു കലയെ പറ്റിയിട്ട് എങ്ങനെയാണ്, ചെറുപ്പം തൊട്ടേ അതിലുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മള് നിങ്ങൾക്ക് മകൻ കോടീശ്വരനില് വന്നപ്പോൾ സുരേഷ് ഗോപി അന്ന് എൻ്റെ വർത്താനം കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഭാവിയിലെ അതായത് ഇന്നസെന്റ് ആണെന്ന് പറഞ്ഞു. അത് എൻ്റെ തലയില് ശരിക്ക് കയറി. അപ്പൊ സിനിമ എന്താ ഞാനങ്ങനെ സ്വയം നടിച്ചു. അല്ല ഒരു ഇതല്ലേ. അപ്പോ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏഷ്യാനെറ്റ് ചാനല് അങ്ങനത്തെ കുറച്ച് ചാനലുകളിലല്ലോ. അപ്പൊ ഇതിന്റെ ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരിൽ പങ്കെടുത്തപ്പോ ഭയങ്കര, കേരളത്തിലെ എല്ലാവരും എന്നെ അറിയുന്ന പോലെ ഭയങ്കര ഫേമസ് എപ്പിസോഡായിരുന്നു അത്. ആ സമയത്ത് ആളുകൾ കാത്തു കെട്ടി നിന്നോടുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ അതിന്റെ ഇത് കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ അടിയിലേക്ക് അങ്ങോട്ട് താന്നങ്ങോട്ട് പോയി തുടങ്ങി. പക്ഷെ എന്റെ ഉള്ളിന്റെ ഈ ആഗ്രഹം എപ്പോഴും ഉണ്ട്. അപ്പൊ അന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്ന അഭിനയം പഠിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തൃശ്ശൂര് നാടകം പഠിക്കാനായിട്ട് രംഗേന പോയി. സൺഡേ തിയേറ്റർ. സുനിൽ സോദിയൊക്കെ അതിലത്തെ ഫസ്റ്റ് ബാച്ചിലത്തെ ആളാണ്. കുറെ പേരുണ്ട്, പ്രതാപൻ, മിന്നൽ മുരളിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രതാപനൊക്കെ, അവരൊക്കെ ഫസ്റ്റ് ബാച്ചാണ്. ഞാനൊക്കെ 11ാമത്തെ ബാച്ചാണ്. അങ്ങനെ അവിടെ നാടകം പഠിക്കാൻ പോയി. അപ്പൊ ഇവർക്ക് സരിതയ്ക്ക് ഇവർക്കൊക്കെ എതിർപ്പായിരുന്നു. കാരണം നാടകക്കാരെന്ന് പറഞ്ഞ മൊത്തത്തില് മോശപ്പെട്ടവരാണ്, അങ്ങനെ ഉണ്ടായിരുന്നു.